ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം. ജമാഅത്തെ ഇസ്ലാമി ഒരു ചെറിയ രാഷ്ട്രീയ വിഭാഗമാണല്ലോ, വലിയ പിന്തുണയൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? വളരെ വ്യക്തമായ ലക്ഷ്യമാണ്. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി ലീഗുമായി ചേർന്ന് കോൺഗ്രസുമായി ചേർന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ സംഹിതയെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണമാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. ഇപ്പൊ UDF അധികാരത്തിൽ വന്നാൽ ആരാ ആഭ്യന്തരമന്ത്രിയാവുക? കോൺഗ്രസിന്റെ ആളാണ് ഇത്രയും കാലം ആഭ്യന്തരമന്ത്രിയാവുക. UDF നിങ്ങൾ ശീലല്ലേ? അങ്ങനെയാണ് ആരോ കോൺഗ്രസ് ആണല്ലോ ആഭ്യന്തരമന്ത്രിയാവുക. ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി പോലും UDF രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി അല്ലേ? അവരേതെങ്കിലും മുന്നണിയുടെ ഭാഗമാണോ? അല്ലല്ലോ, UDFന്റെ ഭാഗമല്ലേ? UDFന്റെ ഭാഗമല്ല, മെമ്പറൊന്നുമല്ല, പൂർണ്ണമായി UDFന്റെ ഭാഗം. ഒരു പിന്തുണയ്ക്കായിരിക്കും. ചോദ്യം അല്ലല്ല, ഈ മാതൃഭൂമിയെല്ലാം ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അവതരിപ്പിക്കുന്നതിന് എന്ത് കാര്യമാണ്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണെന്നല്ല അവതരിപ്പിച്ചത്. എന്റെ ചോദ്യം ഇതാണ്, UDF അധികാരത്തിൽ വന്നാൽ എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവുക? അതിന് വല്ല സാധ്യതയുണ്ടോ? നടക്കാത്ത കാര്യമാണല്ലോ. ഞാനതാ പറഞ്ഞത്, ഇല്ലാത്ത കാര്യം മാനസികമായി കണക്കാക്കിയിട്ട് ഞാനല്ല ചോദ്യം ചോദിച്ചാൽ ഞാനതല്ലേ പറയുന്നത്. ആര് പറഞ്ഞാലും ഞാനതല്ലേ നിങ്ങളോട് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, സാങ്കല്പിക ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഞാനില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചോദ്യം ചോദിക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണല്ലോ. സാങ്കല്പികമായി അങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണോ? ഞാൻ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. AK ബാലൻ പറഞ്ഞത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പികമല്ല, AK ബാലൻ പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും അത് റിയാലിറ്റിയാണ്. ആര് പറഞ്ഞാലും ഞാൻ ആ സാങ്കല്പിക ഉത്തരവില്ല. അപ്പൊ അന്ന് ആ പരാമർശത്തോട് യോജിക്കുന്നില്ല, ഏറ്റവും കുറഞ്ഞത് അത് പറയാലോ. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന പരാമർശത്തോട് യോജിപ്പില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. ആ ചോദ്യവും ആ ഉത്തരവും ഞാൻ അംഗീകരിക്കുന്നില്ല.